ഹലോ രണാസുന. എല്ലാ ഇൻ്റർവ്യൂവിലും മക്കൾക്ക് കൊടുത്ത വീടാണ് എന്ന് പറയുന്നുണ്ട്. ഈ മക്കൾക്ക് കൊടുത്ത വീടായതുകൊണ്ടാണ് ഒരണച്ചേച്ചി കിച്ചുവിന് അവിടെ എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, അവന് സ്വന്തമായിട്ടൊരു റൂം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ നിൽക്കുന്നത്. ആ വീട് വെച്ച് തന്ന ആൾ തന്നെ പറയുന്നുണ്ട്, ആ വീട്ടിൽ സുധയുടെ ഭാര്യയും 2 മക്കളും സുധയുടെ അമ്മയുമാണ് നിൽക്കുന്നേ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നേ എന്നത്. എന്നിട്ടിപ്പോൾ ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ വീടിൻ്റെ അവകാശം അങ്ങോട്ട് കയറി വന്നപ്പോൾ ആ ബെഡ്റൂമിൽ ഒരാൾ നീണ്ടു നിവർന്ന് അങ്ങ് കിടപ്പുണ്ടായിരുന്നു. അവനെ ബഹുമാനിക്കണം അല്ലെങ്കിൽ മുണ്ടയച്ച് വെച്ചിട്ട് ബഹുമാനിക്കണം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു മര്യാദയുണ്ടല്ലോ, അത് കാണിക്കണമായിരുന്നു. അത് കാണിച്ചതായിട്ട് ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല എവിടെയും. ഞാനെന്നല്ല, ആ വീഡിയോ കണ്ട ആരും അതെവിടെയും കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ആ വീട് ചോരുന്നു എന്നത് ഈ രണാസുനെ ഇൻ്റർവ്യൂ ചെയ്ത മഹാൻ എങ്ങനെ അറിഞ്ഞു? ഇയാൾ ആ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ടോ? മനഃപൂർവ്വം ഈ കാര്യം എടുത്ത് പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഇടാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതാദ്യം ആ വീട് വെച്ച് തന്ന ആൾക്കാരെ വിളിച്ച് പറയണമായിരുന്നു. വീട്ടിലെ ബൾബ് പോയാലും വേറെ എന്തെങ്കിലും പോയാലും അവർ വിളിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ഇഷ്യൂ പറഞ്ഞാൽ അവർ വിളിക്കാൻ പറ്റിയില്ല? നിങ്ങളിപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല. പക്ഷെ ആ നഷ്ടം മൊത്തം വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീട് വെച്ച് തന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ക്രെഡിബിലിറ്റിയാണ് ഇത് ബാധിക്കുന്നത്. നിങ്ങളെ ഒന്ന് സഹായിച്ചതിന് അല്ലെങ്കിൽ ഒരു വീട് വെച്ച് തന്നതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെടുത്ത് എടുത്തിട്ടങ്ങ് കൊടുത്തേക്കുക. നിങ്ങൾ ആദ്യം ആ വീടൊന്ന് വൃത്തിയായിട്ട് വെക്കാൻ പഠിക്കുക. അതിൻ്റെ കൂടെ ആ വീട്ടിൽ കുറേ ആൾക്കാർ അട്ടിപ്പേരെ കിടപ്പുണ്ടല്ലോ, അവരെയും കൂടെ അങ്ങ് ഇറക്കി വിട്. എന്നിട്ട് നിങ്ങൾ പറ. ഈ പോകുന്നിടത്തും വരുന്നിടത്തും കുറേ ഓൺലൈൻ മീഡിയാസിനെയും കൊണ്ടുപോയി അവർക്ക് കുറേ ഇൻ്റർവ്യൂവും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ സംഭവമായി എന്ന് വല്ല തോന്നലുണ്ടെങ്കിൽ ഒന്നുമല്ല, നിങ്ങളൊന്നും ആയിട്ടില്ല. അഥവാ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ആ സുധിച്ചേട്ടൻ്റെ ലാബിൽ വെച്ച് മാത്രമാണ്, അല്ലാണ്ട് സ്വന്തം കഴിവുകൊണ്ടല്ല. ആ മനുഷ്യനെ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലായിടത്തോട്ടും മാർക്കറ്റ് ചെയ്ത് ആ ഒരു ലാബിലാണ് നിങ്ങൾ എവിടെയെങ്കിലും എത്തിയിട്ട് നിൽക്കുന്നത്. ഈ വന്ന വഴി മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരിച്ച് നടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വഴി ഓർമ്മ ഉണ്ടാവണമല്ലോ. അപ്പം ശരി, എന്നാൽ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.